എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരാഴ്ചയായി ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നോർത്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ കുറച്ച് നമ്മുടെ പൂക്കളെ കാണിക്കാനും അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരാമെന്നോർത്താണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ കുറച്ച് പൂക്കളെ കാണിച്ചു തരാം. ഇത് ഞാനൊരു കഴിഞ്ഞ ആഴ്ചയൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുള്ള ചെടിയായിരുന്നു, പക്ഷെ അന്ന് ഇത്രയും പൂക്കളില്ലായിരുന്നു. അപ്പോൾ ഇതിൽ ധാരാളം പൂക്കളും വിത്തുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫ്ലോറിമുണ്ട ആ ഇനത്തിൽപ്പെട്ട അടിനിയമാട്ടോ. ഇതിൻ്റെ പൂക്കൾക്ക് അത്ര ഒരു വലിപ്പമൊന്നുമില്ല, സാധാരണ പൂക്കളെക്കാളും കുറച്ച് ചെറുതാണ്, പക്ഷെ നിറയെ പൂക്കും. അതാണ് ഈ ഇനത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളും തീരെ ചെറുതാണ് മറ്റ് ചെടികളെ അപേക്ഷിച്ച്. നല്ലതുപോലെ പൂക്കും, അതൊരു പ്രത്യേകതയാണ്. അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയാണ് ചെടിക്ക്. ഇത് പലരും ചോദിച്ചായിരുന്നു എന്നോട്, ഇതിൻ്റെ തൈ കൊണ്ടോന്നൊക്കെ. നിലവിൽ തൈകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു 3 കളറാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ 2 കളറോടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൽ ഒന്നിൽ ഇപ്പോൾ പൂക്കളത് ഇല്ല, ഒന്നിൽ വീണ്ടും നിറയെ പൂവായിട്ടുണ്ട് കേട്ടോ. ഇതൊരു മൾട്ടി പെറ്റലാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് റൂബി ലവ് എന്നും പറഞ്ഞ് എനിക്ക് തന്ന പറ്റിച്ചൊരു ചെടിയാണിത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല കളറ്. ഞാൻ റൂബി ലവ് എന്നൊക്കെ പറഞ്ഞാണ് മേടിച്ചത്, പക്ഷേ വിരിഞ്ഞപ്പോൾ ഇത് ഈ കളറായിപ്പോയി. ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2 വർഷം ആകാറായി എൻ്റെ കൈ കിട്ടിയിട്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പൂക്കളുണ്ട്. നിറയെ മുട്ടകളുണ്ടാവും കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ പൂ പിടിക്കുന്നൊരു ചെടിയാണ്. ഇനി വേറെയും കുറേ ചെടികൾ പൂവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഡയമണ്ട് റിങ്. ഇറങ്ങിയ കാലത്ത് ഭയങ്കര ഡിമാൻഡുള്ള ചെടിയായിരുന്നു. 1000 രൂപയൊക്കെ മുകളിൽ വിലയുള്ള ചെടിയായിരുന്നു. പക്ഷേ ഇതൊന്നും മേടിച്ച് വെക്കരുത്. ഇതൊന്നും പൂക്കളധികം ഉണ്ടാകത്തില്ല. അതുപോലെ മുട്ടും വളരെ കുറവായിട്ടുണ്ടാവുള്ളൂ. ചെടിക്ക് വളർച്ചയും വളരെ കുറവാട്ടോ. ഇതൊന്നും നിങ്ങൾ വെറുതെ പൈസ മുടക്കി മേടിച്ച് വെക്കരുത് എൻ്റെ അഭിപ്രായം. ഈ ചെടി അത്രയും എനിക്കൊരു ബെറ്ററായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇത് വേറൊരു കളറാട്ടോ. ഇതൊരു സിംഗിൾ പെറ്റലാണ്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ചെടിയാണ്. നിറയെ പൂക്കളുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ അധികം പൂക്കളായിട്ടില്ല. ഇത് ചെടി മൊത്തത്തിൽ വളർച്ച കുറവും ചെറിയ ചെടിയുമാണ്. പിന്നെ ഞാൻ ഗ്രാഫ്റ്റ് അധികം ചെയ്തിട്ടില്ല, വേറെ ചെടിയിലേക്ക് വെച്ചിട്ടില്ല, അതാണ് പറ്റിയത്. പക്ഷേ പൂക്കൾ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സിംഗിൾ പെറ്റലാണ്, നല്ലൊരു വെറൈറ്റിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെടി. ഇത് നിങ്ങളെ ഞാൻ കാണിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനോട് ചോദിച്ചൊരു ചെടിയാണിത്, റൂബി ലവ്. ഇതിൻ്റെ പൂ ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പൂത്തു, ഇപ്പോൾ ഏകദേശം തീർന്നു. ഇതും ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ്. ഇതിൻ്റെ നല്ല പൂക്കളാട്ടോ. ഇത് മൾട്ടി പെറ്റലാണ്. ഇപ്പോൾ പൂക്കളൊക്കെ ഏകദേശം തീരാറായി. ഇതിവിടെ സീഡ് മുളച്ചുണ്ടായ ചെടിയാട്ടോ. ഇതൊരു മൾട്ടി പെറ്റലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സീഡ് മുളച്ച് എനിക്ക് വിരിഞ്ഞ് കിട്ടിയൊരു ചെടിയാണിത്. ഇതൊരു നാടൻ ചെടിയാട്ടോ. ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ച ചെടിയായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതിൽ നിറയെ പൂക്കളും മുട്ടുകളുമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇപ്പോൾ പൂക്കളായതുകൊണ്ടാണ് കളയാണ്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ മുറിച്ച് നമ്മൾ വേറെ ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കും, അതാണ് നാടൻ വെറൈറ്റിയുടെ പ്രത്യേകത കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. പൂക്കളത്തിലൊരു ഭംഗിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇതും ഫ്ലോറിമുണ്ട, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ചെടിയാണ്. ഇത് ചെറിയ പൂക്കളാട്ടോ, പക്ഷേ എന്നാലും നിറയെ മുട്ടകളുണ്ടാവും. അതിൻ്റെ പ്രത്യേകത ചെടിക്ക്. ഇതും കൂടാതെ ഒരു കളറോടെ എൻ്റെ കയ്യിലുണ്ട്. അതിലധികം പൂക്കളായിട്ടില്ല ഇപ്പം നിലവിൽ. നിറയെ പൂക്കളുണ്ടാവും. ഈ ചെടി കിട്ടുമെങ്കിലും മേടിച്ചു വെച്ചാൽ. ചെറിയ പൂക്കളാട്ടോ, വലിയ പൂ ആണെന്ന് പ്രതീക്ഷിക്കരുത്. തീരെ ചെറിയ പൂവാണ്, വലിപ്പം തീരെ കുറവാട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ. ഇത് അന്ന് വീഡിയോ എടുത്തപ്പോൾ കുറച്ച് മുട്ടകളായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ പൂക്കളായിട്ടുണ്ട്. ഇച്ചിരിയുടെ കളർ കിട്ടിക്കൊണ്ട് നമ്മുടെ പോട്ടി മിക്സിൻ്റെ കുഴപ്പം കൊണ്ടാണ്, വളങ്ങളൊക്കെ കുറവുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് ഇച്ചിരിയുടെ കളറായിക്കൊണ്ടേ പൂവിന്. പക്ഷെ നിറയെ പൂക്കും. അത് നിങ്ങൾ ഇതൊക്കെ കിട്ടിയാൽ മേടിച്ച് വെച്ചു. അത്യാവശ്യം നല്ല വിലയുള്ള പൂവാണ്, ചെടിയാണ്. നല്ലതുപോലെ പൂത്ത് കിട്ടും. ഈ പൂക്കളും ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സ് ഇട്ടായിരുന്നു. നല്ല വെറൈറ്റി പൂക്കളാണ് കേട്ടോ. ഇതിനൊക്കെ നമ്മുടെ ഇച്ചിരിയുടെ കളർ കിട്ടിക്കൊണ്ട്, നമ്മുടെ പോട്ടി മിക്സിൽ ഇതിനുള്ള ആവശ്യത്തിനുള്ള ഇതില്ലാത്തതുകൊണ്ടാണ് ലേശം കളർ കുറവ്.
ഇതൊക്കെ നല്ല രീതിയിൽ പൂക്കുന്ന ചെടിയാണ്. ഇത്തവണ ധാരാളം പൂക്കളുണ്ടായിട്ടുണ്ട്. ഇതൊരു വേറെ കളറാണ്, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇതൊരു ഡബിൾ പെറ്റലാട്ടോ, അധികം ഒരു ജീവനില്ല ഈ പൂക്കൾക്ക്. അത്യാവശ്യം നല്ല രീതിയിൽ പൂ പിടിക്കുകയൊക്കെ ചെയ്യും, നല്ലൊരു അത്ര ജീവനുള്ള പൂക്കളാണ്. നല്ലൊരു കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്കില്ല. പൂവുണ്ടാവും, പക്ഷെ നമുക്കൊരു ഇതിനൊരു പൂവിൻ്റെ ലീഫിനൊരു ബലമില്ല, എപ്പോഴും തളർന്നാൽ നിൽക്കോളും. അപ്പം അതിൻ്റെ ഒരു കുറവ് ഈ പൂക്കൾക്കുണ്ട്. ഇതൊരു വേറെ വെറൈറ്റി ആട്ടോ, നല്ലതുപോലെ പൂത്ത് കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ, അത്യാവശ്യം നല്ല ഭംഗിയുള്ള പൂവാണ്. നിറയെ പൂക്കളുണ്ട്, ഒറ്റ ബ്രാഞ്ചിൽ തന്നെ നിറയെ ഇത്രയും പൂക്കളുണ്ടായിട്ടുണ്ട്. ഒന്നും അധികം പഴക്കമുള്ള ചെടിയില്ല. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ്. ഇതൊരു പരീക്ഷണം നടത്തി ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയാണ്. ഇത് പിടിച്ചത് അങ്ങനെ കിട്ടി കേട്ടോ. ഇതിൻ്റെ ചോടി ഞാൻ കാണിച്ചില്ല. 2 പീസ് ഒറ്റ സ്ഥലത്ത് ഗ്രാഫ്റ്റ് ചെയ്തതാണ്, രണ്ടും പിടിച്ചു. അപ്പോൾ അതിലുണ്ടായ ചെടിയാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കുന്ന ചെടി കേട്ടോ. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ മേടിച്ച് വെച്ചോ, നല്ല കളറാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചാണ്. ഇത് നല്ല രീതിയിൽ പൂക്കും കേട്ടോ. നിറയെ പൂക്കളായിരുന്നു. അടുത്ത ഇതിനൊക്കെ നിറയെ പൂക്കളായി വരുന്നുണ്ട്. ഇതൊരു റെഡ് കളറ്. ഇതൊക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പൂക്കളാട്ടോ. നല്ല രീതിയിൽ പൂ പിടിക്കും, അതാണ് ഞാൻ പിന്നെ ഒന്നര കാണിക്കാൻ കാരണം. ഇതൊക്കെ നല്ലതുപോലെ പൂ പിടിക്കുന്ന പ്ലാന്റ് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ട്, എല്ലാ പ്ലാന്റിലും നല്ല പൂക്കളുണ്ട് ഇതിൻ്റെ. ഇതൊരു നാടൻ ചെടിയാണ്, ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പം ഇനി നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യണം. അപ്പോൾ പൂക്കളുള്ളതുകൊണ്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്, കളയാണ്ട്. എല്ലാ പ്ലാന്റിലും തന്നെ നല്ല രീതിയിൽ പൂക്കളായിട്ടുണ്ട് ഇതിൻ്റെ. ഇതൊരു പുതിയ വെറൈറ്റി വിരിഞ്ഞതാണ്, ചെറിയ പൂവാട്ടോ. കാണാൻ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട്. നല്ല മിക്സ് കളറാണ് യെല്ലോടെ. കുറേ വെറൈറ്റികളിൽ ഇപ്പോൾ പൂക്കളുണ്ട്. എല്ലാം ഒന്നും കാണിക്കാൻ സമയം കിട്ടത്തില്ല വീഡിയോയിൽ, ഒത്തിരി വലിയ വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. കുറേ ഇനിയും വേറെ കളറുകൾ പൂത്തിട്ടുണ്ട്. ഞാനിത് കുറച്ച് കഴിയുമ്പോൾ വേറെ വീഡിയോയിൽ കാണിക്കാം. ഇതൊക്കെ ധാരാളം പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. ഇനി ഗ്രാഫ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരാം. അതുകൊണ്ട് ഇതുപോലെ നിങ്ങൾ ഇതിപ്പോൾ ഒരു 2-3 വർഷമായ ചെടിയാണ്. ഒരു നാടൻ ചെടിയിൽ നമ്മൾ 5 ബ്രാഞ്ചുണ്ട്. അപ്പോൾ 5 ബ്രാഞ്ചിലും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തു. അപ്പോൾ 5 ബ്രാഞ്ചിലും നമ്മൾ സക്സസ് ആയിട്ടുണ്ട് വളരെയധികം. എല്ലാ ബ്രാഞ്ചിലും ഗ്രാഫ്റ്റ് ചെയ്ത് തളർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകം. നിങ്ങൾ ഇതിപ്പോൾ ഒരു ചെടി ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ ചെടിയാണത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇങ്ങനത്തെ സൈഡിൽ കണ്ട ചെറിയ ബ്രാഞ്ച് മുട്ടകളുണ്ടാകും. പുതിയതായിട്ട് ബ്രാഞ്ചിൽ മുട്ടകളല്ല, പുതിയ ബ്രാഞ്ചുകൾ പൊട്ടി വരും. അപ്പോൾ നിങ്ങളത് കണ്ടിച്ച് കളയരുത് ഒരിക്കലും. അപ്പോൾ അതൊക്കെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തോടെ നിർത്തുവാണെങ്കിൽ നമുക്ക് 5-6 ബ്രാഞ്ചുകൾ നമുക്ക് അതിൽ നിന്ന് വരും. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രാഫ്റ്റ് എടുക്കാൻ പറ്റും. നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും സിംഗിൾ ബ്രാഞ്ച് ഗ്രാഫ്റ്റ് ചെയ്യാതിരിക്കുക നല്ലത്. നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്ക്, വിൽപ്പനക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അവർക്കത് വിൽക്കണമല്ലോ എന്നോർത്താണ് പെട്ടെന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് വളർത്തിയെടുക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ ഇങ്ങനെ 5-6 ബ്രാഞ്ചായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യണതിന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ചു എന്ന് ഉറപ്പായാൽ നിങ്ങൾ അതിൻ്റെ ടേപ്പ് പെട്ടെന്ന് അഴിച്ച് വിടരുത്. ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അഴിച്ച് കളഞ്ഞാൽ മതി. ഇതിൻ്റെ സെയിം വലിപ്പമുള്ള പീസാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ അഴിച്ചു വിട്ടാൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറുതാണെങ്കിലും ഈ ബ്രാഞ്ചിനേക്കാൾ ചെറിയ പീസാണ് നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ചൂടൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും, അകന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പെട്ടെന്ന് തന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ടേപ്പ് അഴിച്ച് മാറ്റരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇച്ചിരി ചെടി കാണാൻ ലുക്കിന് വേണ്ടി നമ്മൾ നടുക്കത്തെ ബ്രാഞ്ചൊക്കെ ഇച്ചിരി പൊക്കി കട്ട് ചെയ്യുക. സൈഡിലത്തെ ബ്രാഞ്ചുകളിൽ നമ്മൾ ഏകദേശം ഒരേ വലിപ്പത്തിൽ സൈഡിൽ താത്തി കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്യുക. പിന്നെ ഗ്രാഫ്റ്റിംഗ് ഇച്ചിരി എക്സ്പീരിയൻസ് കുറവുള്ളവരാണെങ്കിൽ ഇച്ചിരി പൊക്കി ഗ്രാഫ്റ്റ് ചെയ്യുമായിരിക്കും നല്ലത്. എങ്ങാനും പിടിച്ചില്ലെങ്കിൽ നമുക്ക് വീണ്ടും അതിന് ഒന്നുകൂടെ ഗ്രാഫ്റ്റ് ചെയ്യാമല്ലോ. തീർത്തും താഴ്ത്തി വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് പരമാവധി 2 ലീഫ് നോഡ് വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യണതിൻ്റെ ചെറിയ പീസിൽ ചെറിയ പോർഷൻ അതിൻ്റെ ടോപ്പിൽ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ലീഫ് നോഡിൻ്റെ ലേശം ടോപ്പിൽ വരാൻ പാകത്തിന് മുറിക്കും. ലീഫ് നോഡ് പുതിയതായിട്ട് വന്നത്
അപ്പോൾ അത് പെട്ടെന്ന് മുളച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാം അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നിങ്ങൾ കൃത്യമായിട്ട് അമർത്തി വെക്കുമ്പോഴേ അവിടെ നല്ലപോലെ ബലം വരും. ഇപ്പോൾ പെട്ടെന്ന് മുളയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നിങ്ങൾ പുതിയ ബ്ലേഡ് വെച്ചാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കാവുള്ളൂ. പഴയ ബ്ലേഡ് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതുപോലെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് തന്നെ മേടിച്ച് യൂസ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊന്നും പരമാവധി കൈകൊണ്ട് തൊടാണ്ടിരിക്കുക. എങ്കിൽ നിങ്ങളുടെ ഗ്രാഫ്റ്റിംഗ് ഒരു കാരണവശാലും പരാജയപ്പെടാൻ സാധ്യതയില്ല, ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.